എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, അതുപോലെ തന്നെ പഴശ്ശി കലാപം എന്നിവയാണ്. LP UP എക്സാമുകൾക്ക് മാത്രമല്ല മറ്റുള്ള PSC എക്സാമുകൾക്കും ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേലുത്തമ്പി ദളവയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധം ആരംഭിച്ചത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡൻ്റായി നിയമിതനായ മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നിരുന്നാലും ജനകീയ ചെറുത്തുനിൽപ്പുകൾ അന്നും തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് 1765 മെയ് 6 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്ത് വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ തറവാട്ട് നാമം തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പിയുടെ അച്ഛൻ്റെ നാമം മണക്കര കുഞ്ഞുമയാറ്റി പിള്ള എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് തലക്കുളം വലിയ വീട്ടിൽ വള്ളിയമ്മ പിള്ള തങ്കച്ചി. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം 1802. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. തിരുവിതാംകൂർ പട്ടാള ലഹളയുടെ മറ്റൊരു പേരാണ് നായർ പട്ടാള ലഹള. ഈ ലഹള നടന്നത് 1804 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തത് കുണ്ടറ വിളംബരത്തിലൂടെയാണ്. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ലെന്നറിയപ്പെടുന്നത് ഈ കുണ്ടറ വിളംബരം തന്നെയാണ്. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾ കൂടി കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയിരുന്നു. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11 അല്ലെങ്കിൽ 984 മകരം 1. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രസന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ച പ്രധാന ആശയം യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കേണൽ മെക്കാളെ. രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന മാത്തൂ തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് കേണൽ മെക്കാളെ ആയിരുന്നു. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. കൊല്ലം യുദ്ധം നടന്ന വർഷം 1809 ജനുവരി 15. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ഛനായിരുന്നു. വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചത് 1808 ഡിസംബറിലാണ്. എന്നാൽ മെക്കാളെ അവിടെ നിന്നു രക്ഷപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ വേലുത്തമ്പിയുമായുള്ള സഖ്യം പാലിയത്തച്ഛൻ ഉപേക്ഷിച്ചു. തുടർന്ന് വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനാണ്
ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. ബ്രിട്ടീഷ് സൈന്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന വേലുത്തമ്പി ദളവ പത്തനംതിട്ട മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം 1809 മാർച്ച് 29 വേലുത്തമ്പി ദളവയോട് അരിശം തീരാതിരുന്ന ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കി. അദ്ദേഹം കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. കൂടാതെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനാണ് വേലുത്തമ്പി ദളവ. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് VTMNSS കോളേജ്. അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ധനുവച്ചപുരത്താണ്. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ വാൾ ആദ്യം സൂക്ഷിച്ചിരുന്നത് കിളിമാനൂർ കോവിലകത്തായിരുന്നു. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദ് കിളിമാനൂർ കോവിലകത്ത് നിന്ന് നേപ്പിയർ മ്യൂസിയത്തിലേക്ക് വാൾ മാറ്റുകയാണ് ചെയ്തത്. വേലുത്തമ്പി ദളവ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. കേരളത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിനു മുന്നിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നുകൂടി നമുക്ക് വേലുത്തമ്പി ദളവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. വേലുത്തമ്പി ദളവ ജനിച്ചത് 1765 മെയ് 6 കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. പ്രധാനമായും അദ്ദേഹം കൊല്ലത്ത് ഹജൂർ കച്ചേരി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. കൂടാതെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. 1809 മാർച്ച് 29 വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തു. വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകവും മണ്ണടി, പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. അതിൻ്റെ വർഷം 1809 ജനുവരി 15. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിലെ മെയിൻ പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.